ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മളിന്ന് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല നൈസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഒരു 4 മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ അല്പം ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 സൈഡും നന്നായിട്ട് കുക്കാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കക്കിരി കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. അധികം കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ ഇത് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുണ്ട്, കക്കിരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി, മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തത്, കുരു കളഞ്ഞതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുബൂസ് എടുത്തിട്ട് അതിലല്പം മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.